അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള നവോത്ഥാനം SCRT മാരത്തോൺ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ PSC ബേസിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് ഈ അടുത്തിടെ ചോദിച്ചൊരു ചോദ്യമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ തെറ്റായ എന്നുള്ളതൊരു വട്ടം ഇടണം. കാരണം ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങ് എത്തുമ്പോഴേക്കും നിങ്ങൾ മറന്നു പോവും ശരിയായതാണോ തെറ്റായ പ്രസ്താവനയാണോ വേണ്ടതെന്ന്. അപ്പോൾ ഓർമ്മിക്കുക, തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഓപ്ഷനിൽ കണ്ടെത്താനുള്ളത്. ഒന്നാമത്തത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. 2 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചു. ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ് തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന അധസ്ഥിത വർഗത്തിൽ ഒരാളായിരുന്നു അയ്യങ്കാളി. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതും അദ്ദേഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അയ്യങ്കാളിയെ പറ്റിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ എടുത്തിരിക്കുന്നത് SCRT ഭാഗത്ത് നിന്നാണ്. അപ്പോൾ SCRT ഭാഗത്ത് നിന്നുള്ള ആ പോർഷൻ നമുക്ക് ക്ലിയർ ചെയ്തങ്ങ് പോവാം. ഓക്കെ, വിദ്യാഭ്യാസം സാമൂഹ്യ മൂലധനം എന്ന് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അയ്യങ്കാളിയുടെ പ്രത്യേകത എന്താണ്? അയ്യങ്കാളി അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനും നമ്മുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മൂലധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് 1904 ഡേറ്റ് വർഷമൊക്കെ മറക്കരുത്, 1904 അധസ്ഥിതർക്ക് മാത്രമായിട്ട്, അതാണ് ഇമ്പോർട്ടൻ്റ്, അധസ്ഥിതർക്കും ബ്രാഹ്മണർക്കും കൂടി മാത്രമല്ല അധസ്ഥിതർക്ക് മാത്രമായിട്ട് ഒരു വിദ്യാലയം ആരംഭിച്ചത് അയ്യങ്കാളിയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, അയ്യങ്കാളി അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ച വർഷം ഏതാണ്? 1904 ഇങ്ങനെ അദ്ദേഹം ഈ ഒരു വിദ്യാഭ്യാസ വിദ്യാലയം ഉണ്ടാക്കിയതിന് ശേഷം ഒരു പ്രഖ്യാപനം നടത്തി. എന്താണ്? അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സമയത്ത് അയ്യങ്കാളി നടത്തിയ പ്രസ്താവനയാണിത്. എന്ത്? ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും, മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുമുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനിച്ചത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇദ്ദേഹം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച സംഘടനയുടെ പേരാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. ഇനി സാധുജന പരിപാലന സംഘത്തിന് കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, താഴെ തന്നിരിക്കുന്നവയിൽ സാധുജന പരിപാലന സംഘത്തിൻ്റെ അല്ലാത്തതേവ ഏതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിയുക, അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. എന്തായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം. ഇതിന്റെ ഭാഗമായിട്ട് അയ്യങ്കാളി ഒരു ചരിത്രയാത്ര നടത്തി. അതാണ് വില്ലുവണ്ടി യാത്ര. നമ്മുടെ അയ്യങ്കാളി ജനിച്ച വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തിട്ടാണ് അയ്യങ്കാളി ഈ ഒരു സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചത്. അതായത് അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ചതാണ് അയ്യങ്കാളി. ഇദ്ദേഹം തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ എല്ലാം വില്ലുവണ്ടിയിലൂടെ സഞ്ചരിച്ചു. വില്ലുവണ്ടി സമരം അല്ലെങ്കിൽ വില്ലുവണ്ടി യാത്ര നടത്തിയത് ഏത് വർഷമാണ്? 1893 വില്ലുവണ്ടി സമരം നടത്തിയത്. അപ്പോൾ
സാധുജന പരിപാലന സംഘത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യമായിരുന്നു അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. അതിന്റെ ഭാഗമായിട്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്രയുടെ പേര് വില്ലുവണ്ടി യാത്ര. വർഷം 1893 വെങ്ങാനൂരിലെ പൊതുനിരത്തിലൂടെയാണ് നടന്നത്. ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യമാണ് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം. അതിന്റെ ഭാഗമായിട്ടാണ് 1904 വിദ്യാലയം തുടക്കപ്പെട്ടത്. അപ്പോൾ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം. മൂന്നാമത്തെ ലക്ഷ്യമായിരുന്നു തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ്. എന്താണ്? തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ്. ഇവയായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യം. ഇനി അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി വരെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇനി കല്ലുമാല സമരം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അതും നമ്മുടെ അയ്യങ്കാളിയാണ്. എന്താണ് കല്ലുമാല സമരം? പണ്ടുള്ള സ്ത്രീകൾ, അതായത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകള് കല്ലുമാലയാണ് ആഭരണമായി ധരിച്ചിരുന്നത്. അപ്പോൾ അതൊരു കീഴായ്മയുടെ ചിഹ്നമായിട്ടായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ഇങ്ങനെ കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്, സർദാർ KM പണിക്കരാണ്. അപ്പോൾ സർദാർ KM പണിക്കർ നമ്മുടെ ഹിസ്റ്ററി ഓഫ് കേരള എഴുതിയത് കൊണ്ട് തന്നെ ഒത്തിരി പാർട്ടുകൾ പുസ്തകത്തിലോട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് കേരളയിലേത്. അതിനകത്ത് പറയുന്നതാണ് കുളച്ചൽ യുദ്ധത്തിനെ പറ്റിയിട്ട്. കുളച്ചൽ യുദ്ധം നിങ്ങൾക്കറിയാം. എന്താണ് കുളച്ചൽ യുദ്ധം? തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുമായിട്ട് നടത്തിയ യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു യൂറോപ്യൻ ശക്തിക്കെതിരെ യുദ്ധം നടത്തി വിജയിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയും ഡച്ച് കപ്പിത്താനായ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ ഡിലനോയും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടന്നത്. വിജയിച്ചതാരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിനെ പറ്റിയിട്ട് ഈ ഒരു വരികൾ എഴുതിയത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ സർദാർ KM പണിക്കരാണ്. ഓക്കെ ആണല്ലോ? ഇനി സർദാർ KM പണിക്കറിന്റെ മറ്റൊരു പുസ്തകമാണ് കേരള സിംഹം. എന്താണ് കേരള സിംഹം എന്നത്? ഈ കേരള സിംഹം ആരാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ ബ്രിട്ടീഷ് രേഖകളിലൊക്കെ പൈച്ചിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും ഒക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച പുസ്തകമാണ് കേരള സിംഹം എന്നത്. ഇതൊരു ചരിത്ര നോവലാണ്. ഇതിനകത്ത് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ പഴശ്ശിരാജ വജ്രമോതിരം വിഴുങ്ങിയാണ് ആത്മഹത്യ ചെയ്തത് എന്നതാണ്. ഇനി നമ്മുടെ സർദാർ KM പണിക്കറിന് മറ്റൊരു ചോദ്യം കൂടി വരാറുണ്ട്. 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു സർദാർ KM പണിക്കർ. അപ്പൊ സർദാർ KM പണിക്കറാണ് ഹിസ്റ്ററി ഓഫ് കേരള എഴുതിയത്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അതിലെ അംഗമായിരുന്നു സർദാർ KM പണിക്കർ. ഓക്കെ, അടുത്ത ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? എന്താണ് ചോദ്യം? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1.25 കോടി മലയാളികൾ എന്നതാണ്. 1.25 കോടി മലയാളികൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഈ 1.25 കോടി മലയാളികൾ എന്നത്. ഇത് രചിച്ചിരിക്കുന്നത് EMS നമ്പൂതിരിപ്പാടാണ്.
ആണ്. അപ്പോൾ ഇതും എന്താണ്? SCERT ഫാക്റ്റാണ്. അപ്പോൾ എത്രത്തോളം SCERT ഫാക്റ്റ് പഠിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് വരികയല്ലേ. അത് ന്യൂ SCERT ആയാലും ഓൾഡ് SCERT ആയാലും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിൽ 80% പഴയ SCERTയും 20% ന്യൂ SCERTയും ആണ് ചോദിച്ചു വരുന്നത്. പക്ഷേ ഈ ഒരു ശതമാനത്തിൻ്റെ അളവ് അടുത്ത പരീക്ഷകളിൽ മാറി വന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഐക്യ കേരളത്തിലേക്ക് എന്നുള്ളൊരു പോർഷൻ പഠിച്ചിരിക്കണം. അതായത് ഐക്യ കേരളം എന്ന് പറയുമ്പോൾ കേരളം ഭിന്നിച്ച് കിടക്കുമായിരുന്നു. മലബാർ, തിരുക്കൊച്ചി, തിരുവിതാംകൂർ ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുമായിരുന്നു. അതെല്ലാം കൂടി ഒരുമിപ്പിച്ച് ഇന്നത്തെ കേരളം ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്നു. അപ്പോൾ അതുമാണ് ഈ ഐക്യ കേരളത്തിൽ പറയുന്നത്. അതായത് ഒരേ ഭാഷ സംസാരിച്ചിരുന്നെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണ മേഖലകളിലായിട്ടാണ് ഭിന്നിച്ച് കിടന്നിരുന്നത്. 1920 നോട്ട് എഴുതേണ്ട വർഷമാണ് 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കുകയാണ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഒറ്റപ്പാലത്ത്. ഏത് വർഷം? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത് ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു. ഈ ബാരിസ്റ്റർ ടി പ്രകാശം ആന്ധ്ര കേസരി എന്നാണ് അറിയപ്പെടുന്നത്. ബാരിസ്റ്റർ ടി പ്രകാശം എങ്ങനെ അറിയപ്പെടും? ആന്ധ്ര കേസരി. 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ബാരിസ്റ്റർ ടി പ്രകാശം. ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. പിന്നീടുണ്ടായത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ്. ഈ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, 1947 ശേഷമാണ്. ഈ ഒരു സമ്മേളനത്തിലാണ് കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ചേർന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ പോയിന്റ്സുകളാണ്. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ആരുടെ അധ്യക്ഷതയിലാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ. അപ്പോൾ ഐക്യ കേരള കൺവെൻഷൻ 1947 കേളപ്പൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരാണ് ചേർന്നത്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആലുവയിൽ വെച്ച് ഐക്യ കേരള സമ്മേളനമൊക്കെ നടന്നു. അവിടെ ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതിനെ തുടർന്ന് 1949 ജൂലൈ 1 എന്നാണ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനും പിന്നെ 2 വർഷം ഏകദേശം കഴിഞ്ഞതിന് ശേഷം 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും കൂടി സംയോജിച്ചിട്ട് തിരുക്കൊച്ചി നിലവിൽ വന്നത് എന്നാണ് 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ആര്? നമ്മുടെ EMS നമ്പൂതിരി 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചു, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിനായി പ്രക്ഷോഭങ്ങൾ ഒരുപാട് ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചത്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ഈ ഒരു സമയത്ത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന കുറേ ഭാഗം, അതായത് തമിഴ്നാടിൻ്റെ കുറച്ച് പ്രദേശങ്ങൾ നമ്മൾ അങ്ങ് മദ്രാശി ഗവൺമെൻറ്റിനും വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലോട്ട് ചേർക്കപ്പെട്ടു. ഈ ചേർക്കപ്പെട്ടതും പഠിച്ചു വെക്കണം, പോയതും പഠിച്ചു വെക്കണം. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന താലൂക്കുകളായിട്ടുള്ള
തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് ഈ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. ഇനി തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡും ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇനി ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയുണ്ടാക്കിയത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. എന്തായി തുടങ്ങുന്നത്? മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്ന് തുടങ്ങുന്നതാണ് ഐക്യ കേരള പ്രതിജ്ഞ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര്? NV കൃഷ്ണവാര്യരാണ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? സവർണജാഥ ഇതിനോടനുബന്ധിച്ചാണ് നടന്നത്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. എന്താണ് ഇതിനകത്ത് ശരി? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെയാണ് ശരിയെന്ന് തിരിച്ചറിയണമെങ്കിൽ വൈക്കം സത്യാഗ്രഹം എന്താണെന്ന് അറിയണം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ ഇതിനകത്ത് 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കാരണം എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കാനുള്ളത് എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് 1924 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് ജില്ലയിലാണ്? നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലാണ് ഈ വൈക്കം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ അവർണർക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള അവകാശം സ്ഥാപിച്ച് കിട്ടണം. ഈ സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ഒക്കെ പിന്തുണച്ചു. കാക്കിനാട ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഐത്തോച്ചാടന വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ദേശവ്യാപകമായി ഐത്തത്തിനെതിരായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം നമ്മുടെ TK മാധവൻ അങ്ങ് പാസാക്കി. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത് 1921. അപ്പോൾ TK മാധവൻ ഏത് ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇത് സംസാരിക്കുന്നത്? കാക്കിനാട ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. കാക്കിനാട ഇന്റർനാഷണൽ സമ്മേളനത്തിൽ TK മാധവനാണ് ഈ പ്രമേയം കൊണ്ടുവരുന്നത്. പ്രമേയത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഐത്തോച്ചാടനമായിരുന്നു വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, ഐത്തോച്ചാടനമായിരുന്നു വിഷയം. ഇത് വൈക്കം സത്യാഗ്രഹത്തിന് ഒരു വലിയ പ്രചോദനവും ദേശീയ തലത്തിലുള്ള അംഗീകാരമൊക്കെ നേടിക്കൊടുത്തു. TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചതാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ 1924 നവംബർ 1 പുറപ്പെട്ടത്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ കൊണ്ടുപോയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭന് ഈ ഒരു നിർദ്ദേശം കൊടുത്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജി പറഞ്ഞതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്താനായിട്ട് തീരുമാനിച്ചത്. ഇനി സവർണജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ റാണി സേതുലക്ഷ്മി ബായിക്കൊരു നിവേദനവും കൊടുത്തു. തമിഴ്നാട്ടിലെ അബ്രാഹ്മണ പ്രസ്ഥാനത്തിൻ്റെയും സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെയും നായകനായ EV രാമസ്വാമി നായ്ക്കറും 1924 ഏപ്രിൽ 12 വൈക്കത്തെത്തി. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കർ. ഇനി എത്ര ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരാനുണ്ട്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 603 ദിവസമാണ്. ഇനി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ 1924 അത് ശ്രീമൂലം തിരുനാളായിരുന്നു. എന്നാൽ സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ബായി ആയിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. സവർണ ജാഥ നയിച്ച് ലാസ്റ്റ് അവിടെ കൊണ്ടുവന്നപ്പോൾ മന്നത്ത് പത്മനാഭൻ നിവേദനം കൊടുത്തത് സേതു ലക്ഷ്മി ബായിക്കാണ്. അപ്പോൾ സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഇനി ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. അപ്പോൾ വൈക്കം ക്ഷേത്രം അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല, സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1900 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതേത് എന്നാണ് ക്വസ്റ്റ്യൻ. 1931 നവംബർ 12 സത്യാഗ്രഹം ആരംഭിച്ചു. തെറ്റ്. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ശരിയാണ്. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അപ്പം തന്നിട്ടുള്ളതിൽ തെറ്റ് 1 മാത്രമേ ഉള്ളൂ. ബാക്കി 3 ശരിയാണ്. 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ 1931 നവംബർ 1 കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. 1931 നവംബർ 1 കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണം. ഇതായിരുന്നു ലക്ഷ്യം. നമ്മുടെ ഈ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കോഴിക്കോട് സാമുദ്രിയുടെ അധീനതയിലായിരുന്നു. ക്ഷേത്രം പൂർണ്ണമായിട്ടും സവർണക്കായിട്ട് നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു. സവർണർ മാത്രം കയറിയാൽ മതി എന്നുള്ള ഒരു ഉദ്ദേശത്തോടുള്ള ക്ഷേത്രമായിരുന്നു അത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ കേളപ്പനായിരുന്നു നേതാവ്. അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. ഇവരെ കൂടാതെ മന്നത്ത് പത്മനാഭനുണ്ട്, NP ദാമോദരനുണ്ട്, N കൃഷ്ണപിള്ളയുണ്ട്. ഈ N കൃഷ്ണപിള്ളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബ്രാഹ്മണർക്ക് മാത്രം മണിയെടുക്കുവാൻ അവകാശമുണ്ടായിരുന്ന കോവിലായിരുന്നു ഈ ഒരു കോവിൽ. ഇവിടെ അവർണനായിരുന്ന പി കൃഷ്ണപിള്ള മണിയടിച്ചു. ഇതിനെ തുടർന്ന് ക്രൂരമായിട്ടുള്ള മർദ്ദനവും നേരിട്ടു. ഈ സത്യാഗ്രഹം ഏകദേശം 10 മാസത്തോളം നീണ്ടുപോയി. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പഠിച്ചു വയ്ക്കുക. കെ കേളപ്പനുണ്ട്, AK ഗോപാലനുണ്ട്, മന്നത്ത് പത്മനാഭൻ, NB ദാമോദരൻ, N കൃഷ്ണപിള്ള എന്നിവരാണ്. ഓക്കെ, 1932 ജനുവരി 21 കേരളപ്പൻ എന്ത് ചെയ്തു? മരണം വരെയുള്ള ഒരു സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹത്തിൽ ഏർപ്പെട്ടു. മഹാത്മാഗാന്ധി നേരിട്ട് പിന്തിരിയാൻ വേണ്ടി കേളപ്പനോട് അഭ്യർത്ഥിച്ചത് പ്രകാരം 1932 ഒക്ടോബർ 2 നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചു. കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടി സവർണരെടുത്തൊരു പൊതുജനാഭിപ്രായം അന്വേഷിച്ചു. അത് പൊന്നാനി താലൂക്കിലെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഈ ഒരു പരിശോധന നടത്തിയത്. ഈ ജനപരിശോധനയുടെ ഫലമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ധാർമ്മിക വിജയമായിരുന്നു. കാരണം അഭിപ്രായം രേഖപ്പെടുത്തിയ സവർണരിലെ 77% പറഞ്ഞു എന്ത് ചെയ്തു? കയറിക്കോളാൻ പറഞ്ഞു. ഒരു പ്രശ്നവും ക്ഷേത്രപ്രവേശനം നടത്തിക്കോളാൻ പറഞ്ഞു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് 1936 നവംബർ 12 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തുടർന്ന് മദ്രാശിയിലും ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നെ മലബാറിലും വന്നു. അടുത്തത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആരാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ആണ്, വാഗ്ഭടാനന്ദനാണ് സ്ഥാപിച്ചത്. ഇതാ ഇവിടെയുണ്ട്, വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ഇതും SCRT ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചിരുന്ന ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരുവാണ് SNDP സ്ഥാപിച്ചത്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചതാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനാണ് VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. പ്രത്യക്ഷ ദൈവ സഭ, ഇത് ചിലപ്പോൾ നമ്മൾ കുമാരഗുരുദേവന് പകരം പൊയ്കയിൽ യോഹന്നാൻ എന്ന് ചോദിച്ചാലും അതാരാണ്? പ്രത്യക്ഷ രക്ഷാദൈവ സഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാനാണ്. ഓക്കെ, ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ബേസ് ചെയ്തിട്ടുള്ള മാരത്തോൺ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാമിൽ കിട്ടും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സുകളിവിടെ നവോത്ഥാനത്തിലുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇതാരുടെ സന്ദേശം? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. ഏതൊക്കെയാണ്? ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ആ പ്രധാനപ്പെട്ടത് നമ്മൾ പഠിച്ചു വെക്കുക. ആത്മോപദേശ ശതകം, ദൈവദശകം, ജാതി നിർണയം, ചിജ്ജഡ ചിന്തനം. ഇത് ഇത്രയും ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ജാതി നിർണയം, ചിജ്ജഡ ചിന്തനം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP സ്ഥാപിച്ചത് 1903 സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം ആലുവ അദ്വൈതാശ്രമമാണ്. അദ്വൈതാശ്രമത്തിലാണ് സർവമത സമ്മേളനം നടത്തിയത്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ശിവഗിരിയാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരതയേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയ സ്ഥലം അരുവിപ്പുറം ക്ഷേത്രഭിത്തിയാണ്. അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി അയ്യങ്കാളിയെ പറ്റിയിട്ടുള്ളത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി 1893 വില്ലുവണ്ടി സമരം നടത്തി. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. പുലയർക്ക് പ്രവേശനം നേടുന്നതിനായി അയ്യങ്കാളി നടത്തിയ സമരത്തിന്റെ പേരാണ് ഊരുട്ടമ്പലം ലഹള അഥവാ 90-ാം ആണ്ട് ലഹള. അപ്പൊ ഊരുട്ടമ്പലം ലഹള നടത്തിയത് ആരാണ്? അത് നമ്മുടെ അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. വെങ്ങാനൂര് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കർഷക തൊഴിലാളി സമരം സംഘടിപ്പിച്ചത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അയ്യങ്കാളിയെ നോമിനേറ്റ് ചെയ്ത വർഷം 1911. ദെൻ ചട്ടമ്പി സ്വാമികളെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന് ഷൺമുഖദാസൻ എന്ന പേര് നൽകിയത് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന് ഷൺമുഖദാസൻ എന്ന പേര് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ് ഷൺമുഖദാസൻ എന്ന പേര് ആർക്ക് കൊടുത്തത്? ചട്ടമ്പി സ്വാമികൾക്ക് കൊടുത്തത്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജൻ, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. മന്നത്ത് പത്മനാഭൻ NSSന്റെ സ്ഥാപകനാണ്. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നടത്തി. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ ഇസ്ലാം, ദീപിക എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അൽ ഇസ്ലാം, ദീപിക എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചതും
വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മിശ്രഭോജനം എന്ന ആശയത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ. മാനുഷികതയാണ് എൻ്റെ മതം എന്ന് പ്രഖ്യാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. മാനുഷികതയാണ് എൻ്റെ മതം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകമാണ് നമ്മുടെ VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924, 1925. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന 1931 മുതൽ 32 വരെ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കയ്യൂർ സമരം നടന്നത് 1941. പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDSന്റെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. എൻ്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലന്റെ ആത്മകഥയാണ്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. മിതവാദി പത്രം ആരംഭിച്ചത് C കൃഷ്ണനാണ്. മിതവാദി എന്ന പത്രം ആരംഭിച്ചത് C കൃഷ്ണനാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. SCERT ഫാക്സിനായിട്ടും ബാക്കി മാരത്തോൺ ക്ലാസ്സുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.